കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് പൊന്നാനി ആഗ്രഹിച്ച ഒരു വിജയമാണ് ഇന്നിവിടെ നമ്മൾ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് പൊന്നാനി അനുഭവിക്കുന്ന പിന്നോട്ട് നയിക്കുന്ന വികസനം, ആ വികസനത്തെ പൊന്നാനി തേര് തെളിയിക്കാൻ പ്രിയപ്പെട്ട നൗഷാദ് അലി വിജയിച്ചു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാ വോട്ടർമാർക്കും ഈ ഘട്ടത്തിൽ നന്ദി പറയാൻ അവസരം ഉപയോഗിക്കുകയാണ്. ചിട്ടയായ ഒരു പ്രവർത്തനം അതിൻ്റെ ഭാഗം തന്നെയാണ്. നമുക്കറിയാം, ഒരു വർഷത്തോളമായി അദ്ദേഹം നൗഷാദ് അലി ഇവിടെയുണ്ട്, രംഗത്തുണ്ട്. സ്വാഭാവികമായും ജനങ്ങളുടെ ഒരു പൾസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു വിജയം തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി സർവ്വ മേഖലകളിലും സംഘടനാ തലത്തിൽ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും തരത്തിൽ വീക്ക് പോയിന്റുകളുണ്ടെങ്കിൽ, വർക്ക് കുറവുണ്ടെങ്കിൽ ആ പ്രദേശത്തൊക്കെ കൃത്യമായിട്ടുള്ള ക്രോഡീകരണം നടത്തി എല്ലാ പോയിന്റുകളും പഴുതടച്ച വർക്കാണ് ഇത്തവണ UDF എന്നുള്ളത് ഒറ്റക്കെട്ടായിക്കൊണ്ട് സർവ്വ മേഖലയും യാതൊരുവിധ വ്യത്യാസങ്ങളും കാണിക്കാതെ ഒരു തരത്തിലുള്ള മാറ്റി നിർത്തലും ചെയ്യാതെ വളരെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ്. അതിൻ്റെ വിജയം തന്നെയാണ് ഇന്ന് UDF നേടിയിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ നമുക്കറിയാം, പൊന്നാനി മേഖല മുനിസിപ്പാലിറ്റിയിലൊന്നും ഒരു കാലത്തും LDF എന്നും മുന്നേറ്റം നടത്തുന്ന മേഖലയിലൊക്കെ വിജയക്കൊടി പാറിക്കുവാൻ UDFനാകുന്നു. ആ ഒരു വലിയ ഒരു മാറ്റം തന്നെയാണ്. രണ്ട് കാര്യങ്ങളുണ്ട് ആ വിഷയത്തിൽ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷം വിജയിച്ചു വരുമ്പോൾ ഇവിടെ തീരദേശ മേഖലകളിലെ ജനങ്ങളെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നും കാണാറുള്ളത്. അതോടൊപ്പം തന്നെ അവർക്ക് തങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന സഖാക്കളെ പോലും അവഗണിക്കുന്ന രീതിയിലാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയി നയിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ റിസൾട്ട് തന്നെയാണ് ഇത്തവണത്തെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. നൗഷാദിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വലിയ രീതിയിലൊരു മുന്നേറ്റം, വികസന പ്രവർത്തനം നടത്തുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് UDF ക്യാമ്പ് പ്രതീക്ഷ. നൗഷാദ് അലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുമ്പ് തന്നെ അദ്ദേഹം MPG ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം വലിയ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മെഡിക്കൽ ക്യാമ്പായിട്ടും അതേപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അദ്ദേഹം തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് ഇനിയും ഒരു MLA എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഏതൊക്കെ തരത്തിൽ ചെയ്യാൻ കഴിയുമോ അത് ആ തരത്തിലൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പാർട്ടി പ്രവർത്തകർക്കും സംഘടനക്കത്തിന് ഉറപ്പുള്ളത്.